ഹൈദരാബാദിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പ്രദേശവാസികളാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന് 10 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് നിഗമനം. പരിസരം അടച്ചുപൂട്ടി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പ്രദേശവാസികളാണ് ആളൊഴിഞ്ഞ വീട്ടിലെ മനുഷ്യന്റെ അസ്ഥികൂടം ആദ്യമായി കണ്ടെത്തിയത്. നമ്പള്ളി മാർക്കറ്റിന് സമീപമുള്ള വീട് 7 വർഷത്തോളമായി പൂട്ടിക്കിടക്കുകയാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ബോൾ വീട്ടിലേക്ക് അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബോൾ എടുക്കാനായി വീടിനുള്ളിൽ കയറിയപ്പോഴാണ് നടുക്കുന്ന ദൃശ്യം കണ്ടത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് മറ്റു പ്രദേശവാസികളെയും അവർ വിളിച്ചു വരുത്തി. ഇവരെടുത്ത അസ്ഥികൂടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചു. വീഡിയോയിൽ വീടിന്റെ അടുക്കള എന്ന് തോന്നിക്കുന്ന ഭാഗത്ത് ഒരു അസ്ഥികൂടം തറയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണുള്ളത്. ചുറ്റിലും പാത്രങ്ങളും ചിതറിക്കിടക്കുന്നു. വീട്ടിൽ നിന്നും പോലീസ് ഒരു പഴയ നോക്കിയ മൊബൈൽ ഫോണും നിരോധിച്ച കറൻസി നോട്ടുകളും ഒപ്പം കണ്ടെത്തി. അസ്ഥികൂട അവശിഷ്ടങ്ങൾ 10 വർഷം മുൻപ് മരിച്ചതായി സംശയിക്കുന്ന അമീർ ഖാന്റേതാണെന്നാണ് പോലീസ് നിഗമനം. ഇയാൾ മരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാകുമെന്നും മൃതദേഹം ദ്രവിച്ച നിലയിലാണെന്നും പോലീസ് പറയുന്നു. വീട്ടുടമസ്ഥനായ മുനീർ ഖാന്റെ 10 മക്കളിൽ മൂന്നാമനാണ് അമീർ. വീട്ടിൽ അമീർ മാത്രമായിരുന്നു താമസിച്ചിരുന്നതെന്നും മറ്റ് സഹോദരങ്ങൾ പലയിടത്താണെന്നും പോലീസ് കണ്ടെത്തി. മരിക്കുമ്പോൾ അമീറിന് 50-നോടടുത്താണ് പ്രായമുണ്ടായിരുന്നത്. ബാറ്ററി നശിച്ചുപോയ ഫോണിൽ നിന്ന് അസ്ഥികൂടം അമീറിന്റേതാണെന്ന സൂചന പോലീസിന് ലഭിക്കുകയായിരുന്നു. ഫോൺ റിക്കവർ ചെയ്തപ്പോൾ 2015 വരെ 84 മിസ്ഡ് കോൾ വന്നതായും പോലീസ് കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ നിന്നാണ് അമീറിന്റെ മരണം 10 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. എന്നാൽ അമീറിന്റെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഇത്ര കാലമായിട്ടും അന്വേഷിച്ചെത്തിയില്ല എന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. മൽപിടുത്തത്തിന്റെയോ രക്തക്കറകളുടെയോ അടയാളങ്ങളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റകൃത്യ അന്വേഷണത്തിൽ വൈദഗ്ധ്യമുള്ള പ്രത്യേക യൂണിറ്റായ ക്ലൂസ് ടീം വീട് സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിച്ചു. മൃതദേഹാവശിഷ്ടങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.